ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലാഫിൽ സാൻഡ്വിച്ചിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫലാഫിൽ സാൻഡ്വിച്ചിന്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഉപ്പിലിട്ടത് വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ കുറച്ച് വിനീഗറും സോൾട്ടും ഇട്ടിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒന്നും കൂടിയും ടേസ്റ്റി ആയിരിക്കുമല്ലോ. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് 1-2 ദിവസം മുന്നേ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും നല്ലതായിരിക്കും. ഇനി നമ്മളുടെ മെയിൻ ഐറ്റം ഫലാഫിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളക്കടലയും അതുപോലെ പകുതി സവാള, ഒരു പച്ചമുളക്, 4-5 വെളുത്തുള്ളി, അതേപോലെ തന്നെ പാർസ്ലി ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫലാഫിലിന്റെ ഷേപ്പാക്കി മാറ്റണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഈ ബോള് പോലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഫലാഫിലിന്റെ ആ ഒരു ഷേപ്പ്. ഈ രീതിയിൽ നമ്മൾ മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫലാഫിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓയിൽ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് 2 സൈഡും കറക്റ്റായിട്ട് കുക്കാക്കി എടുക്കാം. ഈ രീതിക്ക് ഫലാഫിൽ ഒരു ബ്രൗൺ കളറിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അതപ്പോൾ ഉള്ളൊന്നും കറക്റ്റായിട്ട് വേവില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ട ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഫ്രോസൺ വാങ്ങിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ പൊട്ടാറ്റോ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നല്ല ചൂട് വെള്ളത്തിലേക്ക് ഈ പൊട്ടാറ്റോസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബോയിലാക്കി എടുക്കാം കേട്ടോ. ഒരു ചെറിയ രീതിയിൽ ഒന്ന് കുക്കാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കോരി എടുത്തിട്ട് നമ്മൾ അതിലത്തെ ഫുള്ള് വെള്ളവും ഒപ്പിയിട്ട് കളയണം. അപ്പം ഞാൻ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫൈനലി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലോർ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹമ്മൂസ് ആണ്. ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളക്കടല തന്നെ വേവിച്ചിട്ടുള്ള ഇങ്ങനെ ക്യാൻഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളക്കടല ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നാരങ്ങാനീര്, ഉപ്പ്, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തഹീനി പേസ്റ്റും ഒലീവ് ഓയിലും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹമ്മൂസ് റെഡിയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിൽ ഇതെല്ലാം വെച്ചിട്ട് റോൾ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പരിപാടി. അപ്പൊ ആദ്യം തന്നെ കുബൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയണൈസും അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹമ്മൂസ് കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു 3 ഫലാഫിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ, ലെറ്റ്യൂസ്, പിന്നെ കുറച്ച് തഹീന പേസ്റ്റും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് മതി എന്ന് വെച്ചെങ്കിൽ സാധനങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും റെസിപ്പി വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.